ഹായ്, എൻ്റെ പേര് ഇഷാം. മലപ്പുറം കോട്ടക്കലാണ് സ്ഥലം. കറൻ്റ്ലി ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ ഓപ്പറേഷൻ മാനേജർ കം ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ ഇൻഡസ്ട്രിയിൽ AI ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഈ മേഖലയിൽ ഒന്ന് അപ്സ്കില്ല് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് കറക്റ്റ് ഹാരിസ് ആൻഡ് കോ അക്കാഡമിയുടെ ഒരു ആഡ് കണ്ടത്. ഒരു 1 day വർക്ക്ഷോപ്പ് സൺഡേ ആണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കിനെ ബാധിക്കാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ അതുമല്ല, ഞാൻ മുമ്പ് ഹാരിസ് ആൻഡ് കോ അക്കാഡമിയുടെ തന്നെ വേറെ ഒരു ഷോർട്ട് ടേം കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്ക്ഡിൻ്റെ ഓൺലൈനായിട്ടുള്ളൊരു കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കോണ്ടൻറ്റ് ക്വാളിറ്റിയിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ ജോയിൻ ചെയ്തു. ക്ലാസ് എടുത്തത് റിസ്വാൻ ആയിരുന്നു. വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് വേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരൊറ്റ സെക്കൻഡ് പോലും നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചില്ല. അത്രക്കും ഇതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു റിസ്വാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോന്നും ഓരോ സെക്കൻഡിലും എത്രത്തോളം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് പ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ ടൈമിന് നല്ല വാല്യൂ തന്നിട്ടായിരുന്നു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട് കിട്ടി. പിന്നുള്ളത് അവരെ കോഴ്സ് സ്ട്രക്ചർ ചെയ്ത് തന്നെ നല്ല വളരെയധികം എഫക്റ്റീവായിട്ടുള്ള വേ ആയിരുന്നു. നമ്മളെ ഫസ്റ്റ് ChatGPT ആണെന്ന് ഫസ്റ്റ് കാണിച്ചു തന്നത്. ChatGPTൻ്റെ ഓരോരോ യൂസർ കേസുകൾ ChatGPTയിൽ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്താൽ നമ്മളെ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എത്രത്തോളം ചേഞ്ച് ആവും എന്നുള്ളത് ഒരു ലൈവ് ഡെമോ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടി. പക്ഷേ അതിങ്ങനെ ചേഞ്ച് ചെയ്ത് ലാസ്റ്റ് നമുക്ക് വേണ്ട കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടാൻ നമ്മൾ എന്തൊക്കെ അതിൽ ഔട്ട് കൊടുക്കണം എന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കി തന്നു. ജസ്റ്റ് വെറുതെ തിയറി ക്ലാസ് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേന് നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ തന്നെ ലൈവായിട്ട് കാണിച്ചു തന്നുകൊണ്ട് തന്നെ നമുക്ക് അത് വളരെയധികം എഫക്റ്റീവായി. പിന്നെ അതുമല്ല ജസ്റ്റ് അവിടെ റിസ്വാൻ കാണിച്ചു തരാമെന്ന് മാത്രമല്ല, അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. നമ്മളെ കൊണ്ട് ഒരു ബ്രാൻഡ് നമ്മൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്, നമ്മൾ ലോഗോ ഉണ്ടാക്കുന്നത് മുതൽ അതിൻ്റെ മേലോട്ട് എന്തൊക്കെ ടാസ്കുകളുള്ളത്, അതൊക്കെ നമ്മളെ കൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മളൊരു ടീമൊക്കെ ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് ആ ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് വളരെയധികം എഫക്റ്റീവ് ആയിരുന്നു. നല്ല നമ്മളെ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു കോളേജ് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയ പോലെ നമുക്കൊരു ഫീൽ കിട്ടി. അത്രക്കൊരു പോസിറ്റീവ് വൈബ് ആയിരുന്നു. ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നമ്മളൊരു ഔട്ട്കം കിട്ടുമ്പോൾ, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഔട്ട്കം കിട്ടുമ്പോഴും പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ഔട്ട്കം കിട്ടുമ്പോഴും അത് രണ്ടും നമുക്ക് കിട്ടേണ്ട ഒരു ഇംപ്രഷൻ ഡിഫറെൻ്റാണ്. അപ്പോൾ അത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ട് അവരെ ഒരു കരിക്കുലം ഒരു ചെറിയ ഷോർട്ട് ടൈം ഒരു 1 day കോഴ്സാണ്, ഒരു 1 day വർക്ക്ഷോപ്പാണ്. അത് എത്രത്തോളം അടിപൊളി ആക്കുക എന്നുള്ളത് രീതിയിൽ അക്കാര്യത്തിൽ അവർ നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ്. നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് അവരൊരു വർക്ക്ഷോപ്പ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ, ഇങ്ങനത്തെ ഷോർട്ട് ടേം കോഴ്സുകൾ ഇനിയും ഒരുപാട് സംഘടിപ്പിക്കണമെന്ന് ഹാരിസ് ആൻഡ് കോ അക്കാഡമിയോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു കോഴ്സ് നടത്തിയതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി ഇതുപോലെ ഏതെങ്കിലും കോഴ്സുകളോ അല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സുകളോ വർക്ക്ഷോപ്പോ അതിലൊക്കെ വെച്ചിട്ട് കാണാം. താങ്ക് യു.